മോനെ പെട്ടു ചെവിയൊക്കെ അടഞ്ഞിട്ടോ. സമുദ്രനിരപ്പ് ഏകദേശം 2100 അടി ഹൈറ്റിലാണ് നമ്മുടെ ഈ കക്കാടംപൊയിൽ നിൽക്കുന്നത്. കയറണം, അല്ലാതെ കാണണ്ടേ? കാണുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് പോണ എങ്ങോട്ടാ വെച്ചാലേ നമ്മളെ മലപ്പുറം ജില്ലേന്റെയും കോഴിക്കോട് ജില്ലേന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമുണ്ട്. രണ്ടിന്റെയും അതിർത്തിയാണ്. പകുതി മലപ്പുറത്തും പകുതി കോഴിക്കോടായിട്ടാണ് വരുന്നത്. ചിലർക്ക് അറിയാം നിലമ്പൂരിലെ കക്കാടംപൊയിൽ. നിലമ്പൂർ വഴി പോയിട്ട് കക്കാടംപൊയിൽ. അപ്പൊ നമ്മളിന്ന് അങ്ങോട്ടാണ് പോണത്. അവിടെ നല്ല കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വ്യൂ പോയിന്റ്സും അതേപോലെ നമുക്ക് ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ നല്ല കോടിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് ലക്ഷ്യമെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയാവും അറിയില്ല, ഇരുട്ടാവും അറിയില്ല. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയോടെ ഇരുട്ടാകുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മളിപ്പോ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് ട്രെയിനൊന്നും ഈ റൂട്ടിൽ ഓടുന്നില്ല. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത ഇപ്പോൾ ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. ലോക്ക്ഡൌണിന് ശേഷം ഒരു ട്രെയിൻ ഇതിൽ ഓടിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല കിടില റോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ ടൗൺ എത്താനായി നമ്മള് നിലമ്പൂർ ടൗണിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നിലമ്പൂർ ടൗൺ എത്താനായിട്ടോ. നിലമ്പൂർ ടൗൺ എത്താനായി. ഇവിടെയാണ് നമ്മുടെ നിലമ്പൂർ RTO ഓഫീസ് വരുന്നത്. ഇവിടെയാണ്. ഇതാണ് നിലമ്പൂർ RTO ഓഫീസ്. ഓക്കെ, നമുക്ക് നമ്മുടെ കക്കാടംപൊയിലേക്ക് തിരിയാനുള്ള റൂട്ട് എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ടൗൺ കഴിഞ്ഞ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അകമ്പാടം റൂട്ടിലേക്കാണ് നമ്മൾ തിരിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, ഇവിടെ കുറച്ച് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്തിനിറങ്ങിയതാ? അയ്യോ, കിടിലം പാടം. ഞാറ് നട്ടിട്ടില്ല അല്ലേ? ഞാറ് പറിച്ചിട്ടുണ്ട്. ഇതിനെന്താ പറയാ? കളൊയ്യേ, ഉഴുത് പറിക്കാം. ഉഴുത് പറിച്ചിട്ട് പാടം ഉണ്ട് ഈ കാണുന്നൊക്കെ. രക്ഷ. ഗൈസ്, അകമ്പാടം ഫോറസ്റ്റിന്റെ ഏരിയ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണം കേട്ടോ. അകമ്പാടം ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കിടില റോഡാട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ഇവിടെ ടൂറിസം ഒന്നും കൂടി വികസിപ്പിച്ചോ. നല്ല ആളുകളുണ്ടല്ലോ. സത്യം പറഞ്ഞാ ഒരുപാട് ആളുകളുണ്ടല്ലോ. കിടിലം പാലട്ടോ. പാലാണ്. അതെ, ഇതാണ് പൊളിപ്പാലം എന്ന് പറഞ്ഞത്. കിടിലം വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ കക്കാടംപൊയിൽ കേറിക്കൊണ്ടിരിക്കണ്ടോ. നമുക്ക് സൺസെറ്റ് കിട്ടുമെന്ന് അറിയില്ല. അവിടെ സൺസെറ്റ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലെത്തുമ്പോൾ താഴെയൊന്നും അറിയില്ല. കിട്ടുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആരാ കക്കാടംപൊയില്? അപ്പൊ ഗൈസ്, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കക്കാടംപൊയിൽ കിട്ടിയിട്ടുണ്ട്. അതെ, അരക്കിലെ പാറ വീഡിയോ എന്തായാലും ഉണ്ടാവും. മാരൊക്കെ വ്യൂ ഉണ്ട് ഗൈസ്. കിട്ടിലും തണുപ്പും ഏസിന്റെ കേട്ടോ. ഇവിടെ റോഡൊക്കെ ഭയങ്കര മോശം കേട്ടോ. ഇവിടെ ഒന്നും ഇങ്ങനെ, ഇത് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെ അതിർത്തി ആയതുകൊണ്ടോ അല്ലേ ഇവിടെ ഒന്നും ഇങ്ങനെ വികസനം വരാതെ? സത്യം, എന്ത് കുയ്യടാ. അല്ല, അവിടെ സംഭവം ഗൈസ്, ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തടാകം പോലെ കെട്ടിയെടുത്ത ഏരിയ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ സാധാരണ അവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അവിടെ ബോർഡൊക്കെ ഉണ്ടല്ലോ, ശിക്ഷാറാണെന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അവിടെ ബോർഡ് ഇപ്പോഴും ഉണ്ട്. വനത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ശിക്ഷാറാണെന്നുള്ള ബോർഡ് വെച്ചിട്ട് ഉണ്ടോ അവിടെ 2 വണ്ടികൾ. അതും ഫാമിലി ആയിട്ടാണ് അല്ലേ? കക്കാടംപൊയിലേക്ക് വരുന്ന ഫസ്റ്റ് ടാസ്ക് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണത്. ഫസ്റ്റ് കയറ്റാണ്. കിടിലം കയറ്റാണ്ടോ. എങ്ങനെയാണ് കയറ്റം? എങ്ങനെ കിടിലം കയറ്റം. അതെ, അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ബെൻസുകാര് അറിഞ്ഞം പറഞ്ഞും പോയി ഗായ്സ്. അവരുടെ വണ്ടിയുടെ വേർപ്പ് മനസ്സിലായി, ശരിക്കും മനസ്സിലായി.
അയ്യോ നമ്മളെ വണ്ടി ഇറങ്ങി മുകളിൽ കയറിയ സമയത്ത് അവര് പിടിച്ചു വിട്ടു. അതേണ്ട അടുത്ത കയറ്റം. പൊന്നെ അവിടെ ബെൻസ് ലോക്ക് ആയിക്കണേ. അവിടെ വേറെ ഏതോ വണ്ടി ഒന്ന് ലോക്ക് ആക്കിയതാണ്. ഫസ്റ്റ് ഗിയറിലാണ് ഗൈസ്. ഫസ്റ്റ് ഗിയറിലാണ് ഇങ്ങനെ ഇറങ്ങി മുകളിൽ കയറിക്കൊണ്ടിരിക്കണേ. ഗൈസ് നമ്മളപ്പോ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ വണ്ടിയെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ മാരക കയറ്റാണ്ടോ നമ്മുടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സമുദ്രനിരപ്പ് ഏകദേശം 2000 അടി ഹൈറ്റിലാണ് നമ്മുടെ ഈ കക്കാടംപൊയിലുള്ളത്. അപ്പൊ അത്രയും നമുക്ക് നമ്മുടെ വണ്ടി വെച്ച് കയറി പോരണം. പക്ഷെ ഇവിടെ പ്രശ്നം ചുരം ഡയറക്റ്റ് ആയുള്ള കയറ്റം. നേരെയുള്ള കയറ്റം. ചുരം പോലെ വളഞ്ഞോ തിരിഞ്ഞൊന്നുമില്ല കയറ്റമൊന്നുമല്ല, നേരെയുള്ള കയറ്റാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വണ്ടികളൊക്കെ കയറി പോകാനായിട്ട്. ഗ്യാസ് പെട്ടു വളരെയധികം പെട്ടു. ഇപ്പൊ നമ്മള് കേറിക്കൊണ്ടിരിക്കണ ഗ്യാസ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള കയറ്റം ഇവിടുത്തെ കക്കാടംപൊയിലെ. കേട്ടോ രക്ഷയില്ല. റോഡ് മോശമാണ്. അതേപോലെ തന്നെ ഇഞ്ചമ്പുളി കയറ്റമാണ് അല്ലേ? ഇഞ്ചമ്പുളി കയറ്റം. അയ്യോ അങ്ങനെ ഞങ്ങള് മുകളിൽ എത്തിയിട്ടുണ്ടെന്നൊരു ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടേ. ഓ വ്യൂ ഓക്കെ ഗൈസ്. ഗൈസ് അന്തം വിട്ട് 2 വണ്ടി കയറണേ. സിമ്പിൾ ആയിട്ട് പോകേണ്ട വഴിയാണ് ഇവർ കിടന്ന് കാണിക്കണേ. കണ്ടാ ഇവരൊക്കെ എന്തിനാണ് ഈ ബെൻസ് ഒക്കെ മേടിച്ചിരിക്കണത്? അതെ സംഘം നല്ല മഴ ചെയ്തിട്ട് മേലട്ടോ വരുന്ന വണ്ടി കണ്ടോണം. അതെ അങ്ങനെ നമ്മള് ചെക്കന്മാരെത്തിയിട്ടുണ്ട്. അതെ വീണ്ടും ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് ഇവിടെ. അല്ല എങ്ങനെയുണ്ട്? നല്ല ഉഷാറുള്ള അടിപൊളി സ്ഥലമാണ്. എല്ലാരും ഒന്ന് എന്തായാലും നിർബന്ധമായിട്ട് വന്നു. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പാണ്. വൈകിട്ടൊരു 5:30 മണിക്ക് ശേഷം കോഡ് നല്ല കോടുണ്ട് മേലോക്ക. കോടുണ്ട് ഇഷ്ടം പോലെ കോടുണ്ട്. ഗൈസ് അങ്ങനെ ഇപ്പൊ നമ്മള് കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അവരുടെ കൂടെ യാത്ര അല്ലേ? അതെ പൊളി സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. അതെ റോഡ് കുറച്ച് മോശമാണെന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് ഒക്കെ പൊളിയാണ്. ഞങ്ങളിവിടെ കുറച്ച് ഫോറസ്റ്റ് ഉണ്ട് കാണിച്ചു കൊടുക്കാൻ. അതെ ഇങ്ങനെ അപ്പുറന്നൊരു വണ്ടി വന്നാലുണ്ട് ഗൈസ് പ്രശ്നം. കാരണം കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഏരിയ ഇവിടെ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വണ്ടി വന്നു കഴിഞ്ഞാല്. നമ്മൾ പോകുന്നതിക്ക് നല്ലൊരു ക്രിസ്ത്യൻ പള്ളി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് കോട ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ പള്ളി ഒന്നും കാണാൻ കഴിയൂല. തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ കേട്ടോ. പള്ളിയുടെ പേരെന്താണ്? മാഞ്ഞു പോയിട്ട് മുകളിൽ നല്ല കോട ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വണ്ടിയും ഫോഗ് ലാമ്പൊക്കെ ഓണാക്കിയിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത്. ഒന്നുകിൽ നല്ല കോട ഉണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ എപ്പോഴും അധിക സമയത്തും മഴ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. ഗൈസ് ഇത് പക്ക ഫോറസ്റ്റ് അല്ല, ഇടയ്ക്ക് ചെറിയ രീതിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഫോറസ്റ്റിന്റെ ഏരിയ തന്നെയാണ്. നമ്മളിപ്പോ കക്കാട്, താഴെ കക്കാട് അല്ലേ? താഴെ കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കക്കാടംപൊയിലിന്റെ ഏറ്റവും താഴെ ഭാഗമാണ്. നമുക്കതൊന്ന് കാണാം. താഴെ ഭാഗമല്ല, നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു 1000 അടിയെങ്കിലും മുകളിലാണ്. ശരിക്കും ഈ ഒരു വഴി നല്ല ഓഫ് റോഡാണ്. അതെ അങ്ങോട്ട് പോകുന്ന വഴി പക്ക ഓഫ് റോഡാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നന്നായിട്ട് ചെറിയൊരു അങ്ങാടിയുണ്ട്, കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു അങ്ങാടിയാണ് കക്കാട്. ഒരു മിനി മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പാർട്ടിന്റെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു, ഇലക്ഷൻ ഒക്കെ അല്ലേ. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട്
പക്ക ഫോറസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഗൈസ് നമ്മളപ്പോൾ അങ്ങനെയൊക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുമ്പിലുള്ള വണ്ടി നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ചെറിയ അരുവികളും ചെറിയ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സ്മോക്കിങ് കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഒരു രക്ഷയില്ലാത്ത കയറ്റാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ചെവിയൊക്കെ അടഞ്ഞിട്ടോ. നമ്മൾ അത്രയും മുകളിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടായിരിക്കും ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വെൻസ് ടീമൊക്കെ വെൻസ് ചേട്ടന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഇതാ ഫ്രണ്ടിലുണ്ട്. 2000 അടി മുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈറ്റ് തന്നെയാണ് ഇത് ശരിക്കും. നല്ല ഹൈറ്റ് തന്നെയാണ് കേട്ടോ. 2000 അടി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈറ്റ് തന്നെയാണ് ശരിക്കും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇത്രയും ഹൈറ്റുള്ള സ്ഥലം വേറെ ഏതാള്? കൊടുകുത്തിമല. അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇത് മലപ്പുറം ജില്ല ശരിക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഏകദേശം ഒരു 30-40% മലപ്പുറം, ഒരു 60-70% കോഴിക്കോടാണ് ഇത് കറക്റ്റ് ഉള്ളത് അല്ലേ? ബോർഡർ. ഗായ്സ് കോട മൂടിയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. നമ്മളിപ്പോ ഫോർഗ്ലാമ്പറ്റോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടില്ലനായിട്ട് കോട മൂടിയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് ഒന്ന് താഴ്ത്തിയിട്ട് എൻ്റെ സൗണ്ടിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. കോട ഇത്ര നല്ല ഉണ്ടാവില്ല ഇവിടെ. ഇതിലാറുണ്ട്. പക്ഷെ എന്നാലും മഴ ഇല്ലാത്തോണ്ടോ നല്ലോണം വീട്ടിലും തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണേ. കാറിലായതുകൊണ്ട് നമ്മളിപ്പോ നിലമ്പൂരിൽ നിന്ന് പോകുന്ന ആ റേഞ്ചൊന്നും അല്ല ഇപ്പൊ. അപ്പോ റോഡ് ഭയങ്കര മോശം കേസ്. കുഴിയൊക്കെയാണ് കാണുന്നത്. ഭയങ്കര മോശം റോഡാണ് കേട്ടോ. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല അല്ലെ? ഇവിടെ എത്തി കഴിഞ്ഞാല് കിട്ടില്ല വ്യൂ ആണ്. നമ്മുടെ ഗണേഷ് കുമാറിന്റെ റിസോർട്ട് എന്തോ ഇവിടെ ഉണ്ട്, കടമ്പൂരുണ്ട്. ഈ റോഡ് ഇപ്പൊ ഈ കാണുന്ന റോഡിനാണ് നമ്മളെ സിനിമാ നടനും MLA ഒക്കെ ആയിട്ടുള്ള ഗണേഷ് കുമാറിന്റെ റിസോർട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത് കേട്ടോ. അതെ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ഒന്ന് പോയിട്ടൊന്ന് ഓപ്പൺ ആയാൽ നമ്മൾ പോവും. അതെ, തീർച്ചയായിട്ടും. ഗായ്സ് നല്ല കോടയാണ് കേട്ടോ. അപ്പോൾ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ PV അൻവറിന്റെ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റോഡിന്റെ അവസ്ഥ ഉണ്ടോ? രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് ഗൈസ്. PV അൻവറിന്റെ റിസോർട്ടിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കക്കാടംപൊയിൽ ഏറ്റവും കിടിലൻ വ്യൂ ഉള്ളത് ഗൈസ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ കേട്ടോ. മാരക വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നല്ല ക്ലൈമറ്റും പൊള്ളി ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ കോടയും അല്ലേ? നല്ല കോടല്ലേ? കൂടുതൽ കോട വേണമെങ്കിൽ ഉണ്ടാക്കണോ? അതെ, ചെറിയൊരു ട്രക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു പാറന്റെ മേലക്ക്. അതെ, ഫോറസ്റ്റിന്റെ ഉള്ളിലേട്ടോ. ഇടക്കിടക്ക് അട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടോ നമ്മള്. അയ്യോ, ഫുള്ള് കാടാണ്ടോ. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പച്ചില പാമ്പിനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ? ആ, ഓക്കെ ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കിടിലം വ്യൂ ആണ്. മുത്തു എങ്ങനെയുണ്ട്? തെറ്റല്ലേ?
ഗൈസ് പിന്നെ ഒരു കാര്യം കേട്ടോ, സമുദ്രനിരപ്പ് ഏകദേശം 2100 അടി ഹൈറ്റിലാണ് നമ്മുടെ ഈ കക്കാടംപൊയിൽ നിൽക്കുന്നത്. ഇത് ചെറിയൊരു ഹൈറ്റ് ഒന്നും അല്ല കേട്ടോ, നമുക്കിവിടെ വന്നാൽ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാവും. കിടിലം വ്യൂ ആണ് കേട്ടോ. ഗൈസ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വന്നിട്ട് വെള്ളടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരുടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കിയിട്ട് പോരുക. അതേപോലെ തന്നെ മാസ്കും നിർബന്ധമായിട്ടും ധരിക്കുക. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള മലകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ ആ ഭാഗത്തുള്ള മലകളൊക്കെ വളരെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഗൈസ് ഇവിടെ ഒരു ഡാൻസ് നടന്നോണ്ടിരിക്കണ്ടോ ചെക്കന്മാരെ, നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. മഞ്ചേരി കളരിയാണ് ജെന്റിനെടുത്ത് വൈഡാങ്ക് ഇതൊക്കെ ഇവിടെ വെക്കട്ടെ ഗൈസ്. ഇവിടെ ഡാൻസ് ഉണ്ടോ? ഡാൻസ് നടന്നോണ്ടിരിക്കണം. ഇനി അടുത്തത് ഇങ്ങോട്ട് പോന്നോട്ടല്ലേ എല്ലാരും. അതെ, നല്ലൊരു പ്ലേസ് എങ്ങനെയുണ്ട്? ഞങ്ങള് വരാറുണ്ട് ഇടയ്ക്ക്. കോടൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷം വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണിത്. ഫാമിലി ഒത്തു വരണോ? എങ്ങനെ വന്നാലും സെറ്റാണ്. ഇനി ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലികളും ബാച്ചിലേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അനക്കഞ്ഞി ഫാമിലി സത്യം കഴിഞ്ഞ വർഷം നെല്ലിയാമ്പതി പോയപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ. അതെ ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായിട്ട് ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഏകദേശം ഒരു 7 മണി ആയി തുടങ്ങി. ഓഫ് റോഡ് ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാറ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി. വേറുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 3 മണി 2 മണി ആവുന്ന സമയത്ത് വരാൻ നോക്കുക മാക്സിമം. നല്ല നൊസ്റ്റാൾജിക് ഫീൽ ആട്ടോ ഇവിടെ. വീട്ടിലെല്ലാം കടയാണ്. എന്താണ് ഇങ്ങനെ കപ്പയും മീൻ കറി പൊളിയല്ലേ? അതിന് വന്നതാണ്. അതെ പൊളി പൊളി കളി കിഡിലൻ. അപ്പോൾ കപ്പയും മീൻ കറിയും ഇങ്ങനെ എടുത്തിട്ട് ചെറിയൊരു മീനിന്റെ പീസ് എടുക്കുക. എന്നിട്ട് ഈ കറിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കഷ്ണം കപ്പയോനെ കൂട്ടി അങ്ങ് അടിച്ചാണ്ടല്ലോ. പൊന്നോ ഒരു രക്ഷയില്ല. ചായ ഇവിടെ നല്ല ആൾക്കാർ ഉണ്ടപ്പോ ഉണ്ടല്ലേ? കുറവാ. ഇപ്പൊ അവിടെ മുകളിൽ നല്ല ആളുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ലോക്കൊന്നല്ലോ. പോലീസുകാരുണ്ടോ? കടന്റെ പേരെന്താ? കാന്താരി ഹോട്ടലല്ലേ? ഇപ്പൊ ഇത് അപ്പുറത്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മളെ കണ്ടോണ്ടിരിക്കണേ. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണേ കാന്താരി ഹോട്ടലിന്റെ സ്പെഷ്യൽ എന്താണ്? കപ്പയും ബീഫും മീനും. ഓക്കെ, അത് കറക്റ്റ് പ്ലേസ് ആണ്. കക്കാടംപൊയില് 6-ാം ബ്ലോക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ആളുകള് ഏട്ടന്റെ കടയിൽ എന്തായാലും കയറണം. കാന്താരി ഹോട്ടലിൽ എന്തായാലും കയറണം. അല്ലാതെ കാണണ്ടേ? കാണുന്നുണ്ട്. ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുക. എല്ലാം കണ്ടിട്ടില്ലല്ലോ. പിന്നെ അറിയാണ്ട് ആൾക്കാർ കാണാനല്ലേ? നിങ്ങൾക്ക് കാണണോ? അപ്പൊ ഏട്ടാ ഞങ്ങള് പോവാണേ. അപ്പൊ നാളെ നിങ്ങള് വീഡിയോയില് വരും. അതെ, ഞാന് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. എപ്പോഴും എപ്പോ വന്നാലും കാന്താരി ഉണ്ടാവും. കാന്താരി ഹോട്ടല് കക്കാടംപൊയില് 6-ാം ബ്ലോക്ക്. അതെ, അപ്പൊ ഏട്ടന്റെ കടയിൽ നിന്ന്
നല്ല കപ്പയും മീനും കഴിച്ച് നല്ല കപ്പയും നല്ല ഫുഡും കഴിച്ചു. അതെ നല്ല ഫുഡ് കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ കക്കാടംപൊയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാന്താരി ഹോട്ടലിൽ തീർച്ചയായിട്ടും കയറണം. അതെ വളരെ മികച്ച ഡീലിംഗ് ആണ്. മനസ്സറിഞ്ഞു പോവാം. അതെ മനസ്സറിയുന്ന ഫുഡാണ്. എന്താ ചേട്ടാ എന്താ പറയല്ലേ? നല്ല പന്നിറച്ചിയും കഴിക്കുക. പോർക്കുണ്ട് ഓർക്കുണ്ടോ? നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇല്ല. ഇപ്പല്ലേ? ഓക്കെ.